മുന്നേ ഡ്രിങ്കോ ആറാട്ടൊന്നും ഞാനും കൂടി എസി റൂം എടുത്തേക്കാണ്. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. എസി റൂമിൽ ഞങ്ങൾ ഇവിടെ ചെറായിൽ അടിച്ചു പൊളിക്കാണ്. നമുക്കൊരെണ്ണം അടിച്ചാലോ? ഞാനും അണ്ണനും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ആരും തെറ്റിദ്ധരിക്കരുത്. എന്റെ കർത്താവേ, എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് എന്നാ പറ്റിയേ? കഴപ്പ്. ഞങ്ങൾ സിംഗിൾ ആണ്, അതുകൊണ്ടിട്ട് ഞങ്ങള് രണ്ടുപേരും റൂം എടുത്ത എസി റൂം. അല്ല, കഴിഞ്ഞ പോലെ ഒരുത്തിനോട് വന്നാ പോകാൻ നേരത്തെ കുണ്ടി അടിച്ചു വിളിച്ചിട്ടാ പോയെ. പറയാനുള്ള കാര്യം ഞാൻ അവിടെ പറയും. ഞങ്ങൾക്ക് എസി റൂം എടുത്തോളൂ പറഞ്ഞല്ല. അപ്പൊ എല്ലാരും വിചാരിക്കും നമ്മള് സിംഗിൾ ആയതുകൊണ്ടിട്ട് എന്തിനാണ് എസി റൂം എടുത്തതെന്ന്. വെറുതെ ഒരു തമാശക്ക് എടുത്താണ്. കൊള്ളാം. Spacious rooms, air conditioning. പുള്ളി എനിക്ക് എന്തോ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇവിടെ ചേറായി വീച്ചി കൊണ്ടുവന്നിട്ട് എന്നെ കടല് കാണിച്ചു തന്നു പുള്ളി. അവന്റെ ഒരു കലാപരിപാടി, കൊല്ലണ്ട അവനെ. അങ്ങനെ അണ്ണൻ ഹാപ്പിയാണ്. അതെ, മതന്മാരില്ല. 24 വർഷമായി വിഭാരിനായി കഴിയുന്ന ആളാണ്. അപ്പൊ ഇയാൾ പൂവാനായതിൽ അത്ഭുതമില്ല. മദാമരെ കാണാൻ പറ്റാത്തതിന്റെ ഒരു ദേഷ്യ അരിശവും പുള്ളിക്ക്, അതിന്റെ ഒരു സങ്കടവും കിടക്കുന്നുണ്ട്. റീലെടുക്കാൻ വേണ്ടി വന്നാണ്. താൻ തൊട്ടെന്റെ പാഞ്ചി പറയണേ. താൻ വിചാരിച്ചത് വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം ഉണ്ടാക്കണ പോലെ ടീം 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 എന്ന് പറഞ്ഞുണ്ടാക്കിയതാ. ഇത് കഷ്ടപ്പെട്ടെന്നെ കിട്ടുള്ളൂ. പക്ഷേ എസി റൂം എടുത്ത് ഞങ്ങൾ വെറുതെ ഇവിടെ കിടക്കുകയാണ്. ഒരു മദാമ ഇവിടെ പറയാൻ ഇത്ര ആൾക്കാർ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? പാടില്ല. അതെ, എങ്കിൽ കുടുംബത്തിന് വേണ്ടി ഒരു സഹായം ചെയ്യാവോ? ഇംപോസിബിൾ. ഇവരുടെ പൊന്നാങ്ങളെ കൊണ്ട് ഒരു പോളിസി എടുപ്പിച്ച് വല്ല ജീപ്പോ ലോറിയോ അവനെ തന്നെ തോട്ട് കയറ്റി കൊല്ലുക. അങ്ങനെയെങ്കിൽ ഈ കുടുംബത്തിന് സഹായം കിട്ടുമല്ലോ. ഇന്ന് തന്നെ ഒരു ഗൂഢ ഏർപ്പെടാം.